ഷാഫി പറമ്പിലിനെ ചികിത്സിച്ച ഡോക്ടർമാരോട് തന്നെ എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് കൃത്യമായി ചോദിക്കേണ്ടായി. ആ സമയത്ത് അവർ പറഞ്ഞ കൃത്യമായ കാര്യമുണ്ട്. അതായത് ഷാഫി പറമ്പിലിന്റെ മൂക്കിന് സംഭവിച്ചിട്ടുള്ളത് എന്താണ്, ബോണിന് ഫ്രാക്ചർ സംഭവിച്ചിട്ടുണ്ട്, ബോണിന് പൊട്ടൽ സംഭവിച്ചു. ബോണിന് പൊട്ടൽ സംഭവിച്ചു എന്നത് മാത്രമല്ല, മൂക്കിന്റെ പാലത്തിനും പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്. ആ മൂക്കിന്റെ പാലത്തിന് പൊട്ടൽ സംഭവിച്ചു, ബോണിന് പൊട്ടൽ സംഭവിച്ചു. ആ സമയത്താണ് ഇവർക്ക് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന്റെ മൂക്കിന്റെ പാലത്തിന് വളവുണ്ടായിരുന്നു. മൂക്കിന്റെ പാലത്തിന് പാലം വളവും അതുപോലെ തന്നെ ഒരു നമ്മൾ ഈ പറയുന്നില്ല മുക്കിൽ ദശാന്തര സംഭവം ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ശസ്ത്രക്രിയ ചെയ്യുന്നത് കുറച്ച് പ്രയാസമായതുകൊണ്ട് തന്നെ അവർ എന്താണ് അതടക്കം നീക്കിയതാണ്. T2 എന്ന് പറയുന്ന ഭാഗത്ത് ഒരു വളവുണ്ട്, മുക്കിന്റെ ഈ പാലത്തിന്റെ ഈ T2 പറയുന്ന ഭാഗമുണ്ട്, അവിടെ വളവുണ്ടായതുകൊണ്ട് അതടക്കം റെഡിയാക്കിക്കൊണ്ടാണ് ആ ഒരു ശസ്ത്രക്രിയ അവർ നടത്തിയത്. ശസ്ത്രക്രിയ നടത്തുന്നതിൽ കൃത്യമായി അദ്ദേഹം എന്നോട് പറഞ്ഞു തന്ന അതിന്റെ ഒരു സയന്റിഫിക് വശം എന്ന് പറയുന്നത് എന്താണ്, നാസൽ ബോൺ ഫ്രാക്ചർ, അതുപോലെ തന്നെ അദ്ദേഹത്തിന് സംഭവിച്ചത് സെപ്റ്റത്തിന് പൊട്ടൽ ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിന് അവർ ചെയ്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് ഈ നാസൽ ബോൺ ഫ്രാക്ചർ റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു സർജിക്കൽ മെത്തേഡാണ് ചെയ്തത്. അതുപോലെ തന്നെ എൻഡോസ്കോപ്പിക് സെപ്റ്റോപ്ലാസ്റ്റി എന്ന് പറയുന്ന മറ്റൊരു മെത്തേഡും കൂടി അതിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഇത് രണ്ടും നീഡിൽ ഉപയോഗിച്ചുകൊണ്ട് മൂക്കിന്റെ ഉള്ളിൽ തന്നെ ചെയ്യുന്ന ശസ്ത്രക്രിയയാണ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, മൂക്ക് അപ്പാടെ തുറന്ന് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇവരുടെയൊക്കെ ധാരണ എന്ന് പറയുന്നത് മൂക്കിന്റെ പാലം പൊട്ടിയാൽ മൂക്കങ്ങ് പൊളർത്തിയിട്ട് ആ എല്ല് മൊത്തം എന്താണ് പിന്നെ ഈ പറയുന്ന പോലെ സർജറി ചെയ്ത് കൂട്ടിച്ചേർക്കുകയാണ് എന്നൊരു ധാരണ ഈ സൈബർ സഖാക്കൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അത് മാറ്റിവെക്കേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞിരിക്കുന്നു.